ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഓരോ വീഡിയോയിൽ ഓരോ റൂമുകളായിട്ട് വൃത്തിയാക്കാമെന്ന്. ഇന്ന് നമ്മൾ ബെഡ്റൂമാണ് വൃത്തിയാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് അക്വേറിയത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ. അക്വേറിയത്തിൻ്റെ കോലം കണ്ടില്ലേ, ഫുള്ള് പായലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ മീനിതാ ഈ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളിതാ അതിന് പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അക്വേറിയത്തിതാ ഫുള്ള് എന്തൊക്കെയോ ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്കിതാ കുറച്ച് സോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതാ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ അതിന് കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ്, ഈ അക്വേറിയത്തിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മളങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതായി ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പച്ച കളറിൽ പായൽ പോലെ എന്തോ ഉണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതേ നോക്കിക്കേ ഗായ്സ്, ഇപ്പോൾ ആ ഗ്രീൻ കളർ പോയപ്പോൾ എന്ത് രസമല്ലേ കാണാൻ. പിന്നെ ഒക്കെ ഇതുപോലെ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു അക്വേറിയം ഒന്നും കൂടി ഒന്ന് അലങ്കരിക്കുക. ഈ ഒരു സംഭവം ഇങ്ങനെ അക്വേറിയത്തിൽ വെക്കുന്ന ഈ ഒരു സംഭവം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീനിനെ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവത്തിന് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കണ്ടേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെയിൻ്റ് അടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് റൂഫിന് ഗ്രീനും അതുപോലെ ഈ അടിയത്തെ ഈ വശത്തിന് നമുക്ക് റെഡും കൊടുക്കാം അല്ലേ. നമുക്ക് വേഗം കൊടുക്കാം. സൂക്ഷിച്ച് വേണം കേട്ടോ കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ആകെ ആവും. ആ റൂഫിലും കൂടി അതാവും കേട്ടോ. എന്താ നെക്സ്റ്റ് നമുക്ക് റൂഫിന് ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, യെസ്, അങ്ങനെ ഇതാ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ട അക്വേറിയം എന്ത് രസമല്ലേ കാണാൻ. എന്താ അപ്പുറത്തെ വശത്തും ആകെ പൊടിയൊക്കെ ആയി ഇരിക്കുകയാണ്. അപ്പോൾ അതും കൂടിയും ക്ലീൻ ആക്കാം. അതാ ഫുള്ള് സാധനങ്ങളും വാരി വലിച്ച് ആകെ ഇട്ടേക്കാണ്. ഡ്രസ്സുകളൊക്കെ ഈ ബാസ്ക്കറ്റിലും അതുപോലെ ടോയ്സൊക്കെ ഇതാ ഒരു അപ്പുറത്ത് കാണുന്ന യെല്ലോ ബാസ്ക്കറ്റിലുമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഫ്ലവർ വേസ് വീണ് കിടക്കുന്നുണ്ട്, അതൊക്കെ വെക്കുന്നുണ്ട്. കോമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണുള്ളത്, ഒരു മേക്കപ്പിൻ്റെ കുറേ ബ്രഷസ് ഉണ്ട്, അതും അങ്ങോട്ട് വെച്ച് കൊടുത്തു. ടോയ്സ് വെച്ച് കൊടുത്തു. ഒരു ടെഡി ബിയർ ഉണ്ട്, അതുപോലെ വെച്ച് കൊടുത്തു. ഗ്ലൗസ് പിന്നെ ക്ലോത്ത് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. സോക്സ് ഇതായി ഒരു ബാസ്ക്കറ്റിൽ വെച്ചു. ആ ഫ്രെയിം വീണ് കിടക്കുന്ന നമ്മൾ വോളിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ വേറെ എന്തൊക്കെയോ ജീവികളുണ്ട്, അതിന് ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ കൊല്ലാം കേട്ടോ. ഓക്കെ, ഇതാ ഒരെണ്ണം കൂടി ഉള്ളൂ, അതിനെയും കൊന്നു. പക്ഷെ ഇതിന് കിട്ടണില്ലല്ലോ, ഇതാകെ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അതിന് നമുക്ക് അതിനെയും കിട്ടി. ഇനി പൊടിയൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതും ചെയ്തു കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയണത് ഈ ഒരു കാർപ്പറ്റ് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് പൊടിയുണ്ട്, അതും നമുക്കൊന്ന് നന്നായി ക്ലീൻ ചെയ്യാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഇതാ ബെഡിൽ എന്തൊക്കെയോ വെള്ള കളറിൽ എന്തൊക്കെയോ ഫംഗസ് പോലെ എന്തോ സംഭവങ്ങളുണ്ട്. അപ്പം അതിനെയും നമുക്കിതാ ഒരു ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കാം. അങ്ങനെ നമ്മുടെ റൂം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലീൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.